എല്ലാ ചാനലിലും കാണിച്ച ഒരു കരിങ്കൊടി കാണിച്ച KSCക്കാരും മന്ത്രിയുടെ അടുത്തെത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ കഴുത്തിന് പരിക്കേറ്റു? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് മുഖ്യമന്ത്രിയും ദൗർഭാഗ്യവശാൽ സ്പീക്കറും, ഷംസീർ എന്ന സ്പീക്കറാണ്, പഴയ DYFI നേതാവല്ല. അദ്ദേഹം ഒരു DYFI നേതാവിൻ്റെ നിലയിലേക്ക് അദ്ദേഹം തരം താണുന്നു. അദ്ദേഹമാണ് അവിടുന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചത്. മുഖ്യമന്ത്രിയെ വിളിച്ച് ഇങ്ങനെ തിരക്കഥ ഉണ്ടാക്കിയ അദ്ദേഹമാണ്. ഇത് പുതിയ യാത്രയുടെ വിജയത്തിൽ വിരളി പൂണ്ടുകൊണ്ട് മുഖ്യമന്ത്രി മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ പേരിലാണ് തിരുവനന്തപുരത്തെ സ്വാഗത സംഘം ഓഫീസ് അടിച്ചു പൊളിച്ച് നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരു പോലീസുകാരൻ പോലും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ പോലീസൊക്കെ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾ പറയുന്നുള്ളൂ, സമാധാന അന്തരീക്ഷം തകർക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ പ്രവർത്തകരെ തെരുവിൽ നേരിടുകയാണെങ്കിൽ ഞങ്ങൾക്കും തിരിച്ചു നേരിടേണ്ടി വരും. ഇവിടെ ക്രമസമാധാന നില സംരക്ഷിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കാണ്, ഞങ്ങൾക്കല്ല. അതുകൊണ്ട് നിയമം കയ്യിലെടുക്കാനാണ് CPM വരുന്നതെങ്കിൽ ഞങ്ങളും കയ്യിലെടുക്കാം. ഇവിടെ നിങ്ങളെല്ലാം ഒരൊറ്റ ചാനലിൽ പോലും മന്ത്രിയുടെ ഭാഗത്ത് പോലും ഒരു വിദ്യാർത്ഥി അവിടെ എത്തിയിട്ടില്ല, ഒരു KSCയുടെ കുട്ടി അവിടെ എത്തിയിട്ടില്ല. പിന്നെ ആരുണ്ടാക്കി ഈ നാടകം? മൂന്നാമത്തെ പ്ലാറ്റ്ഫോമത്തിലേക്ക് എന്ന മന്ത്രി സ്പീക്കറായിട്ട് സംസാരിക്കുന്നത്, സ്പീക്കർ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു. അവിടെ എല്ലാവരും കണ്ടതാണ്, എല്ലാവരും സാക്ഷികളാണ്. ഇന്ന് ആരോഗ്യവകുപ്പ് സമ്പൂർണ്ണ പരാജയമായതിൻ്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നാടകമാണ്. ഇതിനെ ഞങ്ങൾ ശക്തമായി നേരിടും. ഞങ്ങളുടെ പുതിയ യാത്രയ്ക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും അക്രമം ഉണ്ടായാൽ പിന്നെ കേരളത്തിലുണ്ടാകുന്നതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇത് ഞങ്ങൾ വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കാനും ഞങ്ങൾക്ക് യാതൊരു മടിയില്ല.